Hello guys, this is me, your doctor, actor, vlogger. Hope you all are good. അപ്പോൾ നമുക്കിന്ന് പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ കാർ എടുത്ത് കിച്ചുവിനെ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ വൈകുന്നേരം ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അടി മസ്റ്റാണ്. അപ്പോൾ അത് കാണാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ അവളെ കുമാരനെല്ലൂർ വന്നു. ജസ്റ്റ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദേ വന്ന് നിൽക്കുന്നത്. ഒരു ബോധമില്ല. അവിടെ വന്ന് അവളെ എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയത്തില്ല. ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, എവിടെ മൈൻഡില്ല. അവസാനം എന്തെങ്കിലും കണ്ടുപിടിച്ച് നമ്മൾ നേരെ വന്ന് കാറിൽ കയറി ഇരുന്നപ്പോഴാണ് എനിക്കൊരു സർപ്രൈസ് മേടിക്കാൻ പോയതായിരുന്നു. പാവം, എനിക്ക് ക്യാപ്സ് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഓരോ ക്യാപ്പ് ഇങ്ങനെ കൊണ്ടുത്തരും. ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. അപ്പം ഞങ്ങൾ കുറേ തേടി കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് കാർ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് സെറ്റ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ മറ്റേ കോട്ടയത്ത് തന്നെ ഉള്ളൊരു പ്ലേസാണ്. നല്ല അടിപൊളി, എന്താ പറയുക, ഞങ്ങൾ ഈ ലൈറ്റ്സ് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നോട്ടീസ് ചെയ്തതും ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. എന്താ പരിപാടി, എന്താ സെറ്റപ്പ് ഒന്നും അറിയത്തില്ല. ഇത് ഞാൻ വിചാരിച്ചു, അവൾ പറഞ്ഞു എന്തെങ്കിലും കല്യാണ ഫംഗ്ഷൻ വല്ലതും ആയിരിക്കും. അപ്പം നമ്മളിനി കയറി ചെന്ന് വരുന്നത് നമ്മുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുമെന്നൊക്കെയാണ് പറഞ്ഞത്. രണ്ടും കൽപ്പിച്ച് എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടി തന്നെ അതിൻ്റെ അകത്തേക്ക് കയറി. ഒരു ചടച്ചടച്ചാണ് കയറുന്നത്. കാർ ഗ്രീൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ കോട്ടയത്തുള്ളൊരു പുതിയൊരു വെന്യൂ ആണ്. കൊള്ളാം കേട്ടോ, അടിപൊളി സംഭവം. നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കുറേ എന്താ പറയുക ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനും, അതുപോലെ തന്നെ അവരിനി ഫ്യൂച്ചറിലോട്ട് കുറേ നമ്മുടെ ഈ പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ റിസപ്ഷൻസും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ ഫങ്ഷൻസൊക്കെ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരുന്ന ചേട്ടൻ പുള്ളിക്കാരൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എന്താണ് നമ്മുടെ പരിപാടി, എന്ന് തുടങ്ങി, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഫ്യൂഷൻ ഫുഡ്സ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് എല്ലായിടത്തും ഒന്ന് നോക്കി. ലൈറ്റ്സൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരുന്ന വൻ പൊളിയായിരുന്നു കേട്ടോ. കണ്ടോ, ഇവിടെ ആയിരിക്കും അവർ ഇനിയിപ്പോൾ പ്രോഗ്രാംസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുപോലെ ചിൽഡ്രൻസിനൊക്കെയാണ് കളിക്കാനൊക്കെ ആയിട്ട് സ്ഥലങ്ങളുണ്ട്. അവിടെ ചെറിയ പാർക്ക് ഉണ്ടല്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളവിടെ ഒരു ഹട്ട് പോലൊരു പരിപാടി ഉണ്ട്, അവിടെ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ പേർക്ക് ഇരിക്കാൻ പറ്റും. ഞങ്ങൾ ആ ഹട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിരുന്നതാണ്. അന്ന് പോയി ഫുഡ് പറഞ്ഞു. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അടിപൊളിയായിരുന്നു. കാർ ഗ്രീൻ ബിരിയാണി ഉണ്ടായിരുന്നു, അവന്മാരുടെ സ്പെഷ്യൽ ഒരു ബിരിയാണി. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നൂൽ പൊറോട്ടയും അവരൊരു ചിക്കൻ വറുത്തരച്ചത്, അവരുടെ തന്നെ സ്പെഷ്യൽ കാർ ഗ്രീൻ്റെ, അത് വൻ മസാല ഇട്ട് വൻ പുളിയായിരുന്നു സംഭവം. ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് ഏറ്റവും കൂടുതൽ എറിച്ചത്. പക്ഷേ പുള്ളിക്കാരത്തി അതിലാണ് ആദ്യം കയറി പിടിക്കാൻ നോക്കിയത്, പക്ഷേ സംഭവിച്ചില്ല. ഞാൻ ഓർഡർ ചെയ്ത ആ ഒരു ഡിഷ് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തരം ടേസ്റ്റായിരുന്നു. ഇത്തിരി മധുരമുള്ള, ഒരിത്തിരി കൊഴുപ്പൊക്കെയുള്ളൊരു വറുത്തരച്ച കറിയായിരുന്നു. അത് പുള്ളിക്കാരത്തേക്ക് ശരിക്കും അങ്ങ് ബോധിച്ചു. എൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യമേ കഴിട്ട് വരിക. അവളുടെ ബിരിയാണി അവൾ തൊടുന്നതിനെക്കാട്ടും എൻ്റെ നിന്നാണ് കഴിട്ട് വരിക. അത് പണ്ട് മുതലുള്ള ശീലമാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ എൻ്റെ ബിരിയാണി കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ബിരിയാണി അത്ര ഇപ്പോൾ ഈ ഒരു സമയം ഉച്ചയ്ക്കൊക്കെയാണല്ലോ ബിരിയാണി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എറിക്കുന്നത്. വൈകുന്നേരമൊക്കെ മേടിക്കുന്നത് വൻ ഷോകാവാനുള്ള സീൻ ഉള്ളത് ഞങ്ങളുടെ ഒരു ഇത് വെച്ച് രാശി വെച്ചിട്ട്. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു മോനെ, ഇത് അടിപൊളിയായിരുന്നു. ഇത് നല്ല എന്താ പറയുക, ആ ഒരു മസാലയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇത് പിടിച്ചിരിക്കുകയായിരുന്നു അതിനകത്ത്. അത് ചിക്കനൊക്കെ നല്ല വെന്തിട്ടായിരുന്നു, നല്ല മസാലയായിരുന്നു. ഇവർ പറഞ്ഞത് ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതിൻ്റെ മസാല വേറെ തന്നെ ഒരു സീക്രട്ട് മസാലയാണ്. ഞാൻ തന്നെ അതിൽ നിന്ന് ആദ്യമേ കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അത്രേ ഉള്ളൂ.